മഹാനവറുകൾ വഫാത്തായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. സുറാഖത്ത് ഇബ്നു മാലിക് വിശ്വാസിയായി, സ്വഹാബിയായി. കാലം മുന്നോട്ട് പോയപ്പോൾ ഇറാഖ് പോലെയുള്ള പ്രവിശ്യകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 16 വർഷം ജയിച്ചടക്കിയിട്ട് കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിലെ മുഴുവൻ സ്വത്തുക്കളും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ് കിസ്റ നമ്മുടെ കാൽ കീഴിൽ വരുമെന്ന്. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഹിജ്റയുടെ 16 കൊല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിലെ സ്വത്തുകളും അതുപോലെ ഖജനാവുകളും എല്ലാം കൊണ്ടുവന്ന് വെക്കുമ്പോൾ മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് വീണങ്ങ് കരയുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നേരത്ത് സ്വഹാബത്തെല്ലാം ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇരിക്കുന്നു. കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തുക്കൾ എന്താണെന്ന് അഴിച്ചൊന്നു കാണാൻ, തുറന്നൊന്നു കാണാൻ, ആർക്കൊക്കെയാണ് പങ്കുവെച്ചു കൊടുക്കുന്നതെന്നറിയാൻ മദീനത്തെ പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്ന് കരയുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ നേരം ചോദിച്ചു, അല്ലയോ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരഞ്ഞത്? ഈ സമ്പത്തിന്റെ വിശാലത നമുക്ക് ഗുണമല്ല ചെയ്യുക. ഈ ലോകത്ത് സ്വത്ത് കിട്ടുമ്പോഴേക്ക് ആളുകൾ പടച്ചവനെ മറന്നുപോകും. അത് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാലോചിതമായി നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് വായിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘ ദൃഷ്ടി ഇന്നിവിടെ പുലർന്നുകൊണ്ടിരിക്കുകയല്ലേ. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുക്കൾ മുഴുവനും അഴിച്ചെടുത്തപ്പോൾ കിസ്റ ബിൻ ഹുർമുസ് രാജാവിന്റെ പ്രത്യേകമായ പെട്ടിയിൽ സ്വകാര്യമായി വച്ചിരിക്കുന്ന 2 വളകൾ പുറത്തേക്ക് എടുക്കുകയാണ്. 2 വളകൾ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇത് ആർക്ക് കൊടുക്കണം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം ഓർമ്മ വരുന്നത്. കൈഫ ബിക യാ സുറാഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്. സുറാഖത്ത് ഇബ്നു മാലിക്കിനെ വിളിക്കുന്നു. ആ സുറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് 2 വളകൾ അണിയിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇർഫഅ യദൈക, ഓ സുറാഖ കൈ ഉയർത്തണേ, വഖുൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദീ സലബഹുമാ കിസ്റ ബിൻ ഹുർമുസ് വഅൽബസഹുമാ സുറാഖത്ത് ബിൻ മാലിക് അറാബിയ്യൻ മിൻ ബനീ മുദ്ലജ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറക്കെ തക്ബീർ വിളിക്കണം. കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവ് രാജകീയമായി അണിഞ്ഞിരുന്ന വളകൾ പാവപ്പെട്ട പ്രാന്ത പ്രദേശത്ത് ജീവിച്ചിരുന്ന സുറാഖത്ത് ബിൻ മാലിക് എന്ന പാവപ്പെട്ടയാളുടെ കയ്യിലേക്ക് അണിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അറാബിയ്യൻ മിൻ ബനീ മുദ്ലജ്, ബനൂ മുദ്ലജ് ഗോത്രത്തിലെ അറാബിയായ സുറാഖയുടെ കയ്യിലേക്ക് രാജാവിന്റെ വളകൾ വന്നിരിക്കുകയാണ്. 16 കൊല്ലം മുമ്പ് ഇത് കണ്ടറിഞ്ഞ് പ്രഖ്യാപിച്ച നേതാവ്, സദഖത യാ റസൂലല്ലാഹ് വസദഖത യാ ഹബീബല്ലാഹ് വസല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു പോയിട്ട് സ്വഹാബത്തിന് ആശങ്ക ഉണ്ടായില്ല. നബി തങ്ങൾക്ക് അവിടുത്തെ കാലത്ത് കഴിഞ്ഞില്ലല്ലോ എന്ന് ബേജാറില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ കൂടി ഇതിലൂടെ നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയി, വഫാത്താകുന്നത് വരെ ഇത് പുലർന്നില്ല. ആരെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്ത് പുലർന്നില്ല. ആരെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല.
കാരണം അന്നമാ ഖാല വാഖിഉ, അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. സ്വഹാബത്തിന് ഈമാൻ ഉണ്ടായില്ല, അതുകൊണ്ട് അവർക്ക് പരാതിയില്ല. സംഭവം ഉണ്ടായ നേരത്തെ വിളിച്ചു. സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്നയാൾ മഹാനായ സ്വഹാബി വന്നുകൊണ്ട് അത് സ്വീകരിക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് മഹാനരായ സുറാഖ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ കാലത്ത് പുലർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ ഒരു ദീർഘകാല പുലർച്ചയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു വരികയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞത് പുലർന്നതുപോലെ നിങ്ങളൊരു കാര്യം അറിയണം. അതെന്താണ്? ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹുവിൽ നിന്നുള്ള സത്യസന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാം, നിഷേധിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് വിലങ്ങുകളും ചങ്ങലകളും അഗ്നിജ്വാലകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ നരകത്തിന്റെ തീജ്വാലകളുണ്ട്, വിലങ്ങുകളുണ്ട്, കുടുക്ക് ചങ്ങലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് 16 കൊല്ലം കഴിഞ്ഞ് പുലർന്നതുപോലെ പരലോകത്തെ പുലരാനുള്ള കാര്യമാണ്. അതുകൊണ്ട് പെങ്ങളെ, മാന്യമായ വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് പരലോകത്തെ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത് കേട്ടു മറക്കാനുള്ളതല്ല, അത് പുലരാനുള്ള വസ്തുതയാണ്. ഈ ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉറക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ദാർഢ്യമാകണം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വെച്ചിരിക്കുന്നതോ വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സ്വർഗ്ഗം വെച്ചിട്ടുണ്ട്. അതിൽ സുന്ദരികളായ ഹൂറികളുണ്ട്. അവർ പരിശുദ്ധമായ രത്നങ്ങളെ പോലെയാണ്. അവർ പാതിവ്രത്യത്തിന്റെയും പവിത്രതയുടെയും പര്യായമാണ്. ഇതെല്ലാം നാളെ വരാനുള്ള സ്വർഗത്തിന്റെ അനുഭൂതിയാണ്. അത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സൽപ്രവർത്തികളുടെ പ്രതിഫലമാണ്. സ്വർഗം വരാനുള്ളതാണ്, സത്യമാണത്. നരകം വരാനുള്ളതാണ്, സത്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലർന്നതേ നമുക്ക് കാണാനുള്ളൂ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് വരെ ഭയമായിരുന്നു. ഇന്നത്തെ യൂറോപ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുലരാൻ കാത്തിരിക്കുന്നത് പോലെ അന്നത്തെ മുശ്രിക്കീങ്ങൾക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സംഭവിക്കും. അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല, ഈമാൻ കിട്ടിയില്ല, വിശ്വസിക്കാനായില്ല. അതെല്ലാം ഒരു ഭാഗത്തിരിക്കുമ്പോഴും അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുക തന്നെ ചെയ്യുമെന്ന്. അതിന്റെ ഒരു ഉദാഹരണം ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിശാം അസ്സീറ നബവിയിൽ, അതുപോലെ മഹാന്മാരായ സീറയുടെ ഗ്രന്ഥകാരന്മാരെല്ലാം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം കണ്ടില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ ആളുകളോട് പറഞ്ഞ കാര്യങ്ങളിൽ അവർക്കെല്ലാം അതിൻ്റെതായ തീവ്രതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ 7-ാം കൊല്ലം, അഥവാ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ 7-ാം കൊല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 46 വയസ്സാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സത്യപ്രബോധനം നടത്തുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി. അവസാനം ഹബീബായ തങ്ങളെയും വിശ്വാസികളെയും ശഅബ് അബീ ത്വാലിബിൽ 3 വർഷം അവർ ഉപരോധം ഏർപ്പെടുത്തി. സത്യം പറയുന്ന ആളുകൾക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര വലുതാണ്. സത്യം ഏതു കയർപ്പാണെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം, അതാണ് ഈമാനിന്റെ അടയാളം. അതിന്റെ പേരിൽ കുറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതം പോലെ ജീവിതമുള്ള വേറെ ആരാണുള്ളത് ലോക ചരിത്രത്തിൽ? 40 കൊല്ലത്തെ അവിടുത്തെ ജീവിതത്തിനിടയിൽ ഒരു ചെറിയ പുള്ളി പോലും പറയാനില്ല. അസ്സാദിഖ് അൽ അമീൻ, ഏറ്റവും വലിയ ഗോത്രത്തിന്റെ അംഗം, എല്ലാ മഹത്വങ്ങളുടെയും സമ്മേളനം, ഇതെല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്ന് അവിടെയുള്ള മുതലാളിമാർക്കത് പിടിച്ചില്ല, മേലാളന്മാർക്കത് സഹിച്ചില്ല. കാരണം അവരുടെ ചൂഷണം അവിടെ നടക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്ഥാനം ജയിച്ചാൽ ഇവിടെയുള്ള അടിമക്കച്ചവടം ഇല്ലാതായി പോകും, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തീർന്നു പോകും, ഇവിടെ നന്മകൾ വിളയാടിയാൽ കോർപ്പറേറ്റുകൾക്ക് വാഴാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാൻ തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം ശഅബ് അബീ ത്വാലിബിൽ എല്ലാ ഭക്ഷണങ്ങളും നിരോധിച്ചുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി. ഭക്ഷണവും ഇല്ല, മാർക്കറ്റിൽ പോകാനും പറ്റില്ല, ആരും ഒന്നും കൊടുക്കില്ല. പച്ചില കഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും കഴിഞ്ഞുകൂടുകയാണ്. എന്തിന്റെ പേരില? ഈമാൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ പച്ചില കഴിച്ച് അബൂ താലിബിന്റെ താഴ്വരയിൽ കഴിഞ്ഞുകൂടി സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോട് പറയുകയാണ്, അല്ലയോ അബൂ താലിബ് എന്നവരെ, യാ അം ഇന്നല്ലാഹ ഖദ് സല്ലത്തൽ അർളത അലാ സഹീഫത്തി ഖുറൈശ് ഫലം തദഅ ഫീഹാ ഇസ്മൻ ഹുവ ലില്ലാഹ് ഇല്ലാ അസ്ബതതഹു ഫീഹാ വനഫത മിൻഹൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ അബൂ താലിബ് എന്നവരെ, നമുക്ക് ഭക്ഷണം തരാൻ പാടില്ല, നമുക്ക് സാധനം തരാൻ പാടില്ല എന്ന ഉപരോധത്തെ കുറിച്ച് എഴുതി രേഖപ്പെടുത്തിയ രേഖ കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടല്ലോ, അത് മുഴുവനും ചിതലുകൾ നശിപ്പിച്ചു പോയി, അല്ലാഹുവിന്റെ നാമം ഒഴികെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുയായികൾക്കും വെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, മാർക്കറ്റിൽ നിർത്താൻ പാടില്ല എന്ന ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ കരാർ പത്രം കഅബാലയത്തിന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുക്കാൻ പറ്റൂല, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കടന്നത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ സ്വകാര്യമായി ഭദ്രമാക്കി വച്ചിരിക്കുന്ന ആ കരാർ പത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്താപ്പയോട് പറയുകയാണ്, അതിന്റെ എല്ലാ കരാറുകളും ചെതലുകൾ കഴിച്ചുപോയി, എല്ലാം ചിതലരിച്ചുപോയി, അല്ലാഹുവിന്റെ നാമം ഒഴികെ. ഉടനെ അബൂ താലിബ് എന്നവര് ചോദിക്കുകയാണ്, അറബ്ബുക അഖ്ബറക ബിഹാദാ, അല്ലയോ മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ ജ്യേഷ്ഠൻ അബൂ താലിബ് എന്നവർ ചോദിക്കുകയാണ്, മോന്റെ റബ്ബാണോ മോനോട് ഇത് പറഞ്ഞത്? അറബ്ബുക അഖ്ബറക ബിഹാദാ, തങ്ങളുടെ റബ്ബാണോ ഇത് പറഞ്ഞത്? അതെ, നഅം, എന്റെ രക്ഷിതാവ് ലോകത്തിന്റെ പരിപാലകനാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അബൂ താലിബ് എന്നവർ ഖുറൈശികളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, ഇന്ന ഇബ്ന അഖീ അഖ്ബറനീ ബികദാ വകദാ, എന്റെ അനുജന്റെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആ കരാർ പത്രം ഒന്ന് എടുത്തു നോക്കേ.
അവരെല്ലാവരും വന്ന് കരാറ് പത്രം എടുത്തു നോക്കുമ്പോ അതാ അതിൽ നിന്ന് അള്ളാഹുവിന്റെ നാമമൊഴികെ എല്ലാം ചിതലരിച്ചിരിക്കുകയാണ്, എല്ലാം ചിതലിതന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതോടെ ഉപരോധം അവിടുന്ന് നീങ്ങുകയാണ്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, മറഞ്ഞ കാര്യങ്ങളും വരാനുള്ള കാര്യങ്ങളും അറിയുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെങ്കിൽ ഖുറൈശികൾക്കും അറിയാം, അവർക്കും ബോധ്യമാണ് ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്കറിയാം. മുറാദേ മിൽ രഹി ഹേ शाद शादा का सवाली है, लबों पर इल्तिजा है मैं मिलती जा है जात में रोजे की जाली है. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വിശ്രമസ്ഥാനത്തിന്റെ ജനാലയിലൂടെ ലോകത്തേക്ക് മുഴുവനുമുള്ള വെളിച്ചം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ പ്രവാഹമാണ്, നിറവാർന്ന അറിവിന്റെ നിറധരിയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂലഹബിനോട് പറഞ്ഞു നാളത്തെ കാര്യം എന്താണെന്ന്. നമ്മൾ അല്പനേരം അത് കേട്ടു. അബൂലഹബിന്റെ മകൻ ഉതൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു. എന്നാൽ ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ഭാര്യാപദത്തിൽ നിന്ന് ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടിയ ആൾ, പക്ഷേ വാപ്പയുടെ ദുർബോധനത്തിൽ വീണുപോയ ആളാണ്. വാപ്പായുടെ ഇഷ്ടത്തിന് വേണ്ടി മുത്തുനബി തങ്ങളുടെ മകളെ ഒഴിവാക്കി. എന്നാൽ അത് മാത്രമല്ല അയാൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. ഫഹീന ഫാറഖഹാ സ്വതാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ ഖമീസഹു. ഒരു നിവേദനത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് അവിടുത്തെ കുപ്പായം കീറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് കുപ്പായം അവിടുന്ന് കീറിപ്പോയി. വഹുവ ഖാരിജും അബീ ലഹബിൻ ഇല ശാം. അത് കഴിഞ്ഞ് വാപ്പയാകുന്ന അബൂലഹബിന്റെ കൂടെ സിറിയയിലേക്ക് പോവുകയാണ്. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അയാൾ തുപ്പി, പക്ഷേ നബി തങ്ങളുടെ ശരീരത്തിൽ വീണില്ല. അങ്ങനെ ഒരുപാട് ക്രൂരതകളും ആക്ഷേപങ്ങളും അയാൾ നടത്തി. അങ്ങനെ ഒരുപാട് കുറ്റം ആക്ഷേപങ്ങളും നടത്തി. അപകടകരമായ പെരുമാറ്റങ്ങൾ അങ്ങ് നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ് അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിലെ നായകളിൽ നിന്നൊരു നായയെ കൊണ്ട് ഇയാളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ, നീ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അതിരുകടന്ന വിനാശം കൊണ്ട് പ്രബോധനത്തിന്റെ വഴിയിലും പ്രവർത്തനത്തിന്റെ വഴിയിലും തടസ്സമുണ്ടാക്കുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയങ്ങ് കഴിയുമ്പോ അബൂലഹബിന് അറിയാം അന്നമാ ഖാല വഖിഉ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന അനുഭവങ്ങളിലൂടെ അറിവുള്ള അബൂലഹബ് മനസ്സിൽ പതിഞ്ഞുപോയി, എന്റെ മകന് വരാനുള്ള നാശം എത്ര വലുതാണ്. ബക്കറ്റും കൊണ്ട് സംഘാടകർ വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അബൂ ലഹബിന് നബി തങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും ഉതൈബത്തിന് വിശ്വാസമില്ലെങ്കിലും ആ കാലത്തുള്ള മുശ്രിക്കുകളായ ആളുകൾക്ക് ഈമാൻ ലഭിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സംഭവിക്കും എന്നറിയാം. പേടി അപ്പോഴേ തുടങ്ങി. വാപ്പാക്ക് മകനെ കുറിച്ച് തുടങ്ങി, മകനെ സ്വന്തം തുടങ്ങി. പറയിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ അതാ അബൂ ലഹബ് മകനുമായി ശാമിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക്. പടച്ചവനെ, നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു നായക്ക് ഇയാളെ കീഴ്തുക്കണേ അല്ലാഹ്. ഫലമ്മാ നസലൂ ബിസ്സർഖാഇ മിനശ്ശാമി ലൈലൻ. അവര് രാത്രിയിൽ സിറിയയിലെ സർഖാ എന്ന് പറയുന്ന ദേശത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പുരോഹിതന്റെ വീടിനോട് ചേർന്നാണ് താമസം. ഷാം വലിയ രാജ്യമാണ്. അതിന്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത നാട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ഷാമിനാ. ഷാം എപ്പോഴും അറിവിന്റെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന നാട്, പണ്ഡിതന്മാർ ഒഴിഞ്ഞു പോകാത്ത നാട്. ആ ഷാമിൽ നിന്ന് ലോകത്തിന്റെ നാനാദിക്കിലേക്കും ഇന്ന് അഭയാർത്ഥികൾ വരുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളുടെ കവാടങ്ങളിൽ സിറിയയിലെ പാവപ്പെട്ട ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. മില്യൺ കണക്കിന് ജനങ്ങൾ ലോകത്ത് അഭയാർത്ഥികളായി. ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഈ കഴിഞ്ഞ വർഷമാണ് നടന്നത്. അതിലേക്ക് പോയാൽ എന്റെ വിഷയം മാറിപ്പോകും, ഞാൻ കടന്നു പോണില്ല. ആരാണ് അഭയാർത്ഥികൾ? റജബ് തയ്യിബ് ഉർദുഗാൻ തുർക്കിയിൽ മാത്രം നൽകിയിട്ടുള്ള അഭയം മില്യൺ കണക്കിന് ആളുകൾക്കാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും അഭയാർത്ഥി പ്രവാഹത്തിന്റെ മുമ്പിൽ ജലാശയത്തിൽ ഒഴുകി നടക്കുന്ന കുഞ്ഞോമനകളുടെ ശരീരങ്ങൾ ഓളങ്ങളിൽ ചേർന്ന് വന്ന് കിടക്കുന്നത് അയാന്ന് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അതുപോലെ എത്രയെത്ര കൊച്ചുമക്കളാണ് ലോകത്തില്ലായ്മ ചെയ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. ആഗോള രാഷ്ട്രീയം നമുക്ക് സമാധാനം നൽകുന്നില്ല. റഷ്യയും അമേരിക്കയും സൈനിക നടപടികളിൽ സിറിയയുടെ അന്തരീക്ഷത്തിൽ കാണിക്കുന്ന മൽപ്പിടുത്തങ്ങൾ ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള അപകടകരമായ സൂചനയാണ്. തുർക്കിയും റഷ്യയും തമ്മിലുള്ള വ്യോമാക്രമണം അല്ലെങ്കിൽ വ്യോമ ഇടപാടുകളുടെ ഉലച്ചിലുകൾ ആഗോള രാഷ്ട്രീയത്തിൽ അപകട സൂചന നൽകുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര സ്വരങ്ങൾ എവിടെയൊക്കെയോ കേൾക്കുന്നത്. നമുക്കൊന്നു മാത്രമേ ബാക്കിയുള്ളൂ, അല്ലാഹുവോടുള്ള ദുആ. ആഗോള രാഷ്ട്രീയം വായിക്കുമ്പോൾ വലിയ ആശങ്കയാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും അപകടത്തിന്റെ സൂചികൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇറാൻ പുതിയ രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. പല പല രാജ്യങ്ങളിലും ഗതിമാറിയുള്ള സഞ്ചാരങ്ങൾ. സൗദി അറേബ്യയുടെ സമീപകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചകൾ അതിലൊക്കെ വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് 4-ാം ദിവസം നമ്മൾ അതിലേക്ക് കടക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഓർമ്മയുള്ള അബൂ ലഹബ് അതാ അവിടെയുള്ള കൂട്ടുകാരോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, അഗീസൂനി യാ മഅ്ശറ ഖുറൈശ് ഫീ ഹാദിഹിൽ ലൈല ഫഇന്നി അഖാഫു അലാ ബനി ദഅവത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ധീരനും വീരനും ശൂരനും പരാക്രമിയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരും എന്നറിയാം. അതുകൊണ്ട് സിറിയയിൽ പോകുന്ന വഴിയിൽ ഒരു പുരോഹിതന്റെ വീടിനു ചേർന്ന് താമസിക്കുന്ന ആളുകൾ അബൂ ലഹബ് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്റെ മകന്റെ മേൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹായിക്കണം. എന്റെ മകനെ നിങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടിയൊന്ന് സെന്ററിൽ കിടക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകും. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, അത് പുലരാതിരിക്കില്ല, എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ മകനെ ഒന്ന് കാവല് നൽകണേ. فجمعوا جمالهم وناخوها حولهم
ഖൗഫൻ മിനൽ അസദി. അതാ അവരുടെ ഒട്ടകങ്ങളെല്ലാം അവര് കെട്ടിയിട്ട് വൃത്തം വെച്ച് വലയം വെച്ച് സിംഹം കടന്നു വരാതിരിക്കാൻ അവര് ഭദ്രമായ വേലിയുണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇദ്ദേഹത്തെ സെന്ററിൽ കിടത്തി. അപ്പോഴാണ് രാത്രിയായപ്പോൾ സിംഹം വരികയാണ്. ഫശമ്മ വുജൂഹഹും, കിടക്കുന്ന എല്ലാവരുടെയും മുഖം ഇങ്ങനെ മണത്ത് മണത്ത് നോക്കുകയാണ്. ثم وثب إلى عتيبة فوق المطاع فقطع رأسه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പുലർച്ചെയാണ്. പാതിരാത്രി സിംഹം വന്ന് ഉറങ്ങുന്നവരുടെ മുഴുവനും മുഖമിങ്ങനെ മണത്തു മണത്തു നോക്കി. അവസാനം ചരക്ക് കെട്ടുകൾക്ക് മേലെ നടുത്തളത്തിലാക്കി പ്രത്യേകം കാവൽ നൽകിയിട്ട് കിടത്തിയിരിക്കുന്ന ഉത്തൈബത്ത് ഇബ്നു അബീ ലഹബിനെ മണത്തു നോക്കി. فجاء الأسد يتشمم وجوههم حتى أتى عتيبة فقتله وقد قلم رأسه. അവന്റെ തല മുറിച്ചു മാറ്റി സിംഹം കടിച്ചു കൊണ്ടുപോയി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുകയാണ്. ഇതുപോലെ ഓരോന്നും അക്കമിട്ട് കൃത്യമായി തീയതിയും സമയവും എല്ലാം പറഞ്ഞ് तेरी सूरत तेरी सीरत जमाने से निराली तेरी हर हर अदा प्यारे दलील बेमिसाली. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പുകൾ കൃത്യമാണ്, അതിന് മാറ്റമില്ല. ലോകം മുഴുവനും വായിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ കാലത്തു തന്നെ പുലരുന്ന സംഭവങ്ങളാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ഒരാളാണ് വലീദ് ബിനുൽ മുഗീറ. വലീദ് ബിനുൽ മുഗീറ പരിശുദ്ധമായ ഖുർആൻ കേട്ടു. ഏറെ അത്ഭുതമായി അയാൾക്ക്. പരിശുദ്ധമായ ഖുർആൻ വളരെ അത്ഭുതമായി. അയാൾ നേരെ വരികയാണ്. എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, لقد سمعت من محمد كلاما عجيبا رائعا والله ما هو من كلام الإنس ولا من كلام الجن ما هو بشعر ولا بسحر ولا بكهانة. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം ഞാൻ കേട്ടു. അത് മനുഷ്യന്റെ വാചകമല്ല, ഭൂതവർഗത്തിന്റെ വാചകമല്ല, അത് ഭൗതികമായ വാചകമല്ല. എന്നിട്ട് അയാളെ പരിശുദ്ധമായ ഖുർആനിനെ വളരെ ഭംഗിയായി അംഗീകരിച്ചപ്പോ ഖുറൈശികൾക്ക് വലിയ പ്രയാസമായി. ഞങ്ങളുടെ നേതാക്കളിൽ ഒരാളായ വലീദ് ഇബ്നു മുഗീറ മതം വിട്ടുപോയോ? മതം വിട്ടുപോയോ? അന്നവിടെ അബൂജഹൽ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവർക്കും പേടിയായി. വലീദ് ഇബ്നു മുഗീറ മതം മാറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം കേട്ട് വീണുപോയോ എന്നെല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അബൂജഹല് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അല്ലയോ അബൂജഹലെ, അബുൽ ഹക്കം എന്നാണെന്ന് വിളിക്കുക. വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നേതാവ് വലീദ് ഇബ്നു മുഗീറ മുഹമ്മദ് നബിയുടെ പാരായണത്തിൽ വീണുപോയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അബൂജഹൽ വന്നു. ആളുകൾ എല്ലാ കാലത്തും നടത്തുന്ന ഒരു ആരോപണമുണ്ട്, സാമ്പത്തിക ആരോപണം. ആരെങ്കിലും ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാൽ സാമ്പത്തിക ആരോപണം ഉണ്ടാക്കും. അത് വലിയൊരു തന്ത്രമാണ്. നേരെ വന്നിട്ട് അബൂജഹൽ ചോദിച്ചു, അല്ല വലീദ് ഇബ്നു മുഗീറ, നിങ്ങൾ ആ മുഹമ്മദ് നബിയുടെ പണം കണ്ടിട്ടാണോ നിങ്ങൾ മതം മാറുന്നത്? നിങ്ങൾ ആ മുഹമ്മദ് നബിയുടെ പണം കണ്ടിട്ടാണോ മതം മാറുന്നത്? മിൻ തുആമിൻ വമാലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഭക്ഷണവും അവിടുത്തെ സ്വത്തും കണ്ടിട്ടാണോ മതം മാറാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പണവും സ്വത്തും ഉണ്ടായിട്ടാണോ? യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നത്.
പക്ഷെ ചോദ്യം ഇങ്ങനെയാണ്, ഒരാളെ പ്രകോപിപ്പിക്കാൻ പറ്റുന്ന ചോദ്യം. നിങ്ങൾ പ്രസ്ഥാനം വിടാൻ പോകുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് ന്യായമായും അയാളുടെ ഹുങ്ക് പുറത്തേക്ക് വന്നു. ഹുങ്ക് പുറത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. ഫഗളിബൽ വലീദ് ഫഖാൽ, വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു ഇല്ല, നിങ്ങൾക്കറിയില്ലേ, അലാ തഅലമു ഖുറൈശ്, ഖുറൈശികൾക്കറിയില്ലേ, അന്നീ മിൻ അക്സരിഹിം മാലൻ വവലദാ, എനിക്കാണ് സമ്പത്തും സന്താനങ്ങളും ഏറെയുള്ളതെന്ന് ഖുറൈശികൾക്കറിയില്ലേ? അവര് പിന്നെ എന്തിനാണ് എന്റെ മേൽ ഇങ്ങനെ ആരോപണം നടത്തുന്നത്? ഞാൻ വലിയ സമ്പന്നനാണ്, ഏറെ സന്താനങ്ങളുള്ള ആളാണ്, അതെല്ലാം അറിയില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും കഴിക്കാൻ ഭക്ഷണം പോലും തികയാതിരിക്കുമ്പോ അവർ എനിക്കെന്തു തരാനാണ്? പാവപ്പെട്ട സംഘടനയിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചും പറയും പണം കണ്ടിട്ടാ പോയത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നടക്കാൻ എത്ര കഷ്ടപ്പെടുന്നു അത് നടത്തുന്നവർക്കല്ലേ അറിയൂ. എത്ര പ്രയാസപ്പെട്ടാണ് നമ്മുടെ ദീനീ സംരംഭങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ ഒരാൾ പ്രവർത്തന രംഗത്തേക്ക് വന്നാൽ നീ എന്തു കണ്ടിട്ട് പോയി എന്ന് ചോദിച്ച് ചിലരെ നിരുത്സാഹപ്പെടുത്തും. അത് പഴയകാല ജാഹിലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈമാനുള്ളവർ അതിൽ വീഴില്ല. ഈമാനുള്ളവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ആരോപണം പ്രശ്നമല്ല, ആക്ഷേപം പ്രശ്നമല്ല. പറയുന്നവരുടെ പറയും. നമ്മൾ നമ്മുടെ റബ്ബിനോടുള്ള സമീപനത്തിൽ കൃത്യതയുള്ളവരായിരിക്കണം. അള്ളാഹുവോടുള്ള നമ്മുടെ ഇടപാട് കൃത്യമാകണം. നാം പടച്ചവന്റെ മുമ്പിൽ പ്രതിയാകാൻ പാടില്ല. പറയാനുള്ളവർ ഇങ്ങനെ പറയും. എന്തെല്ലാം ആരോപണങ്ങളാണ് സത്യപ്രസ്ഥാനത്തിനു നേരെ, പണ്ഡിതന്മാർക്കു നേരെ, മുന്നണി പോരാളികൾക്ക് നേരെ, സംഘടനാ നായകർക്കു നേരെ, സാരഥികൾക്ക് നേരെ എക്കാലത്തുണ്ടാവും. ഈമാനുള്ള ആളുകൾക്ക് അത് പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ആരോപണങ്ങൾ ഒരു പ്രശ്നമല്ല. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കും. പ്രവർത്തിക്കേണ്ടവർ ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. മഹാനായ മുഹമ്മദ് ശർലി എന്ന മഹാനായ പണ്ഡിതൻ പതി അബ്ദുൽ ഖാദിർ ഉസ്താദ് അവരുടെ അനുസ്മരണ കാവ്യം എഴുതിയപ്പോ വഹല്ലി മൗത്തിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി മുലഖബിൻ ബിപദീദിൽ ഹുസ്നി അഹ്വാലി എന്നിങ്ങനെ എഴുതി വന്നിട്ട് മഹാനവറുകൾ പറയാണ് ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. അവരുടെ ആയുസ്സും സമയവും മുഴുവനും അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അവർക്കൊരാളുടെ ആരോപണവും പ്രശ്നമല്ല. അവരൊരു ലക്ഷ്യത്തിനിറങ്ങിയതാണ്. അത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. അതുകൊണ്ട് എന്റെ ദീനീ പ്രവർത്തകരോട് പറയാനുള്ളത്, ആരോപണങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു കാര്യം ആലോചിക്കണം. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ജല്ല ജലാലുഹു അവന്റെ മുമ്പിൽ പ്രതിയാകരുത്. നമ്മുടെ സ്വകാര്യം സത്യസന്ധമാകണം. അള്ളാഹുവിന്റെ പ്രീതിയിലായിരിക്കണം. ഇടപാടുകൾ കൃത്യമായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും പടച്ചവന്റെ പ്രീതി കാത്തുരക്ഷിക്കണം. ഇതല്ലാതെ വേറെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ലില്ലാഹ് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്തോ. വരട്ടെ, വലീദ് ഇബ്നു മുഗീറ വീണുപോയി. എന്തിനാണ് ഞാൻ ഈ ആരോപണം കേൾക്കുന്നത്? ഞാൻ വലിയ സമ്പന്നനാണല്ലോ, ഞാൻ ഏറെ സ്വത്തുക്കളുള്ള ആളാണല്ലോ, ഞാൻ വളരെ മക്കളുള്ള ആളാണല്ലോ. പക്ഷേ അയാൾ ഒരു വിചാരണയ്ക്ക് വിധേയനാവുകയാണ്. ثم قال لأبي جهل, അയാൾ അബൂജഹലിനോട് പറഞ്ഞു, എന്നാൽ എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടൂ, എല്ലാവരെയും ഒന്ന് വിളിക്ക്. ഫജാഅഹും അൽ വലീദ്, വലീദ് ഇബ്നു മുഗീറ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, തസ്അമൂന അന്ന മുഹമ്മദൻ കാഹിനുൻ ഫഹൽ റഅയ്തുമൂ യതകഹനു.
നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബി ഒരു ജ്യോത്സ്യനാണെന്ന്, എന്നാൽ ജ്യോത്സ്യപ്പണി എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക ദഅവത്ത് മുടക്കാൻ ചില ആളുകൾ പറഞ്ഞു അത് മാരണക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇന്ന് വരെ എപ്പോഴെങ്കിലും മാരണം ചെയ്തതായി, ജ്യോത്സ്യപ്പണി ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് നാടോടി കവിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെ കവിത കോർത്തുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളവ് പറയുന്ന ആളാണ്, ഏറെ കളവ് പറയുന്ന ആളാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? വഫീ കുല്ലി മറത്തിൻ യഖൂലൂന അല്ലാഹുമ്മ ലാ അല്ലാഹുമ്മ ലാ. അപ്പോഴെല്ലാം ജനങ്ങൾ പറഞ്ഞു, ഇല്ലില്ല, മുഹമ്മദ് നബി 40 കൊല്ലം നമ്മുടെ മുമ്പിൽ ജീവിച്ച ആളല്ലേ, എത്ര നല്ല വ്യക്തിത്വമാണ്, ഈ പറയുന്നതൊന്നും ശരിയല്ല, ആ വ്യക്തിത്വത്തിനോട് യോജിച്ചതല്ല. അപ്പൊ വലീദ് ബിൻ മുഗീറ ഒരു ആലോചന, എന്താണ് ഇനി ഒരു ആരോപണം ചുമത്താൻ പറ്റുക, ഇതൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടൂലല്ലോ. ഉടനെ അയാൾ തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, ഈ പ്രവാചകനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന ഒരു ആരോപണമുണ്ട്. സാഹിറുൻ, മാരണക്കാരനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മാരണക്കാരനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വമാ ഹാദല്ലദീ യഖൂലുഹു ഇല്ലാ സിഹർ, ഈ പറയുന്നതെല്ലാം മാരണത്തിന്റെ ഭാഗമാണ്. അഖദഹു മിൻ അഹ്ലി ബാബിൽ, ബാബിലോണിയക്കാരുടെ കയ്യിൽ നിന്ന് കൈവശത്താക്കിയ മാരണപ്പണി കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരോപണം നടത്തുകയാണ്. ഫർതജൻ അദീ ഫറഹം ബിമഖാലതിഹി, ക്ലബിൽ കൂടിയവർ മുഴുവൻ കൈയടിച്ച് പാസാക്കുകയാണ്. വതഫറഖൂ മുഅ്ജിബീന ബിറഅയിഹി വതറകൂഹു റഈസൻ വസഈമാ, അവർക്കെല്ലാം വലിയ നേതാവായി ഇയാൾ മാറി. അങ്ങനെ വലീദ് ബിനുൽ മുഗീറ എന്ന് പറയുന്നയാൾ ഇങ്ങനെയെല്ലാം ആരോപണം നടത്തിയപ്പോ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് അവതരിക്കുകയാണ്. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأرهقه صعودا إنه فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبسر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر. ഈ സംഭവങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. ഇയാൾ ആരാണ്? ഖുർആനിന്റെ പ്രയോഗം നോക്കണേ. ذرني ومن خلقت وحيدا, അവനെയും ഗർഭാശയത്തിൽ അവനെ ജനിപ്പിച്ച അള്ളാഹുവിനെയും ഇങ്ങ് വിട്ടേക്ക്, അഥവാ അള്ളാഹു അവനെ നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. വജഅൽതു ലഹു മാലൻ മംദൂദാ, ഏറെ സമ്പാദ്യം നാം അവന് നൽകിയില്ലേ, ഏറെ സമ്പാദ്യം നാം അവന് നൽകിയില്ലേ. അവനെ സഹായിക്കാൻ ആരുമില്ല, നാം നേരിട്ട് അവനെ കൈകാര്യം ചെയ്യും. ലാ മാല ലഹു വലാ വലദ് വലാ ഔന ലഹു വലാ സനദ്, ഒന്നുമില്ല അയാൾക്ക്, അല്ലാഹു നേരിട്ട് അയാളെ കൈകാര്യം ചെയ്യും. അല്ലാഹു ചോദിക്കുകയാണ്, എല്ലാ സമ്പത്തും നാം അവന് നൽകി. വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ,
അയാളുടെ കൂടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന മക്കളെയും നൽകി. അയാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശാലമാക്കി നൽകി. എന്നിട്ട് പിന്നെയും അവൻ ഏറെ കിട്ടണമെന്ന് മോഹിച്ചു. അവസാനം അവൻ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും എതിരെ അയാൾ തിരിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ അയാൾ മാരണമെന്ന് ആരോപിച്ചു. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. അങ്ങനെ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും താഴ്ത്തിക്കെട്ടുകയും ആക്ഷേപിക്കുകയും ചെയ്ത വലീദ് ബിൻ മുഗീറ അയാൾക്ക് വരാനുള്ളതെന്താണ്? സൗസ്ലി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അവനെ നാം നരകത്തിലേക്ക് ചേർക്കുന്നതാണ്. വളരെ ഭയാനകമായ സഖറിലേക്ക് അവനെ ചേർക്കുന്നതാണ്. ഇസ്മും മിൻ അസ്മാഇ ജഹന്നം, നരകത്തിന്റെ പേരുകളിൽ ഒരു പേരാണ്. ആ നരകത്തിലിട്ടവനെ കൊല്ലുന്നതാണ്, അവനെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ആ സഖറെന്ന് പറഞ്ഞാൽ അടിമുടി കരിച്ചു കളയുന്ന ജ്വാലയാണ്. അതവനറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വലീദ് ബിൻ മുഗീറ പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിനെതിരെ വന്നപ്പോ അയാളുടെ പരിണിതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചു. ഇന്നതാണ് നിങ്ങൾക്ക് വരാനുള്ളത്. നിങ്ങൾക്ക് വരാനുള്ള അനുഭവത്തിന്റെ ഭയാനകത നരകമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതുപോലെ എത്രയോ ആളുകളെയാണ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അറിയുമോ സഹോദരന്മാരെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞാൽ അത് ഖുറൈശികൾക്കും ഭയമാണ്, ഏവർക്കും ഭയമാണ്. അത് സംഭവിക്കുമെന്നവർക്ക് ഉറപ്പാണ്. അന്നമാ ഖാല വാഖിഊ. പ്രവചനത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. നാളെ വരാനുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാളെ വരാനുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ മുമ്പിൽ ശാസ്ത്രലോകം മുഴുവനും അത്ഭുതപ്പെടുകയാണ്. It's difficult to imagine that this type of knowledge was existing at this time, around 1400 years back. Maybe some of the things there was simple idea about, but describe those things in great details is very difficult. ശാസ്ത്രലോകം പറയാണ്, എങ്ങനെയാണ് 1.5 സഹസ്രാബ്ദം മുമ്പ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? It's difficult to imagine that this type of knowledge was existing at that time. ഒരിക്കലും ഇന്നത്തെ ശാസ്ത്രശാഖകൾ 1500 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. Around 1400 years back ഉണ്ടായിട്ടില്ല. Maybe some of the things they have a simple idea about, but to describe those things in great details is very difficult. ചെറിയ ചെറിയ സൂചനകളൊക്കെ നൽകാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം, എന്നാൽ ഇത്രയും ഡീറ്റെയിലായി ആധികാരികമായി വിശദമായി പറയാൻ ഒരിക്കലും സാധിക്കില്ല. So this is definitely not simple human knowledge. ഒരിക്കലും ഇത് തീർച്ചയായും ഇതൊരു മാനുഷികമായ അറിവല്ല. A normal human being cannot explain this phenomenon in that much detail. ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് ഈ പ്രതിഭാസങ്ങളെല്ലാം ഇങ്ങനെ വിശദീകരിക്കാൻ സാധ്യമല്ല, കൃത്യമായി പറയാൻ കഴിയില്ല. So I thought the information must have come from a supernatural source. അതുകൊണ്ട് പറയാനുള്ളത്, ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞത് ഒരു മാനുഷികമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. ക്രൈസ്തവ ലോകത്തെ ശാസ്ത്രകാരന്മാര് പറയുന്നു, so I thought the information must have come from supernatural source. അഭൗതികമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് ഈ അറിവുകളെല്ലാം ലഭിച്ചിട്ടുള്ളത്. وما ينطق عن الهوى
ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പിന്റെയും വഹയിന്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും നിഗമനങ്ങൾ വെച്ചുകൊണ്ടല്ല. പ്രിയമുള്ളവരെ, ഇനി പറയാനുള്ള 1000 അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുകയാണ്. തങ്ങളുടെ കാലത്ത് പുലർന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ ഇന്ന് പറയുകയാണ്. പരിശുദ്ധരായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് ബദർ രണാങ്കണത്തിലേക്ക് വരികയാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ഹാദാ മസ്റഉ ഫുലാൻ. ശാസ്ത്രലോകത്തെ വിവരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഈ പരമ്പരയിൽ കടക്കുന്നില്ല. ഇന്ന് ഏകദേശം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഇമാമീങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ എണ്ണിപ്പറയാൻ തന്നെ സമയം തികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈച്ചയുടെ സ്വഭാവത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു തന്നു. അതിന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിന്റെ മെഡിക്കൽ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. മെഡിക്കൽ ചിന്തകളെക്കുറിച്ച് നമുക്ക് പാഠങ്ങൾ നൽകി. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ സയന്റിഫിക് പ്രൊഫസീസ് പറഞ്ഞാൽ അത് വിശാലമായ ഒരു പരമ്പരയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകിയതാണ്. കാരണം നബി തങ്ങളുടെ അറിവ് വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. തങ്ങൾക്കെല്ലാ അറിവില്ലാത്ത ലോകത്തെയും അല്ലാഹു നൽകി. അല്ലാഹുവിന്റെ നൽകിയ അറിവിൽ നിന്നല്ലേ ലോകത്തേക്ക് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തരുന്നത്. പിന്നെ എവിടെയാണ് ക്ഷാമമുള്ളത്? ഒരു ക്ഷാമമില്ല, എല്ലാം കൃത്യമാണ്. നാം ഒരു കാര്യം കൂടി അറിയണം. ഒരു പ്രവാചകൻ ഇന്നിവിടെ ഉണ്ടാവുകയാണെങ്കിൽ പറയേണ്ട കാര്യം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു. അതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു പ്രവാചകൻ എന്നുണ്ടെങ്കിൽ, ഇവിടെ ഹാജരുണ്ടെങ്കിൽ പറയേണ്ട കാര്യം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞു പോയ പ്രവാചകരാണ്. അതുകൊണ്ടാണ് വലാകി റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ, ഖാതമുൻ നബിയ്യീനാണ്. 6-ാം നൂറ്റാണ്ടിലെ കവിത ചൊല്ലിയിരുന്ന നാടോടി കവികൾക്ക് മാർഗദർശനം നൽകുകയും ആധുനികതയുടെ നാനോ ടെക്നോളജിയുടെ യുഗത്തിൽ മാർഗദർശനം നൽകുകയും വരുംകാല സൂപ്പർസോണിക് ജനതയ്ക്ക് മാർഗദർശനം നൽകാനും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ശാസ്ത്ര വിപ്ലവങ്ങളുടെ ലോകത്തും എന്തു ചെയ്യണമെന്ന് അറിയിക്കാനുമുള്ള അത്ഭുതത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലം അലൈക യാ ഹബീബല്ലാഹ്. പക്ഷേ എന്തു ചെയ്യാൻ? എനിക്കും നിങ്ങൾക്കും ഇത് പഠിക്കാൻ സമയമില്ല. നമ്മൾ ഇന്ന് ഭൗതികതയുടെ പ്രളയത്തിലും പ്രണയത്തിലും ബഹളത്തിലുമാണ്. ആത്മീയമായ അറിവുകളെ പകരാൻ നേരമില്ല, അറിയാൻ നേരമില്ല. നമ്മുടെ മുമ്പിൽ ഇത്ര വലിയൊരു നേതാവിനെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്നറിയാനുള്ള സമയമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്ര മെസ്സേജുകളാണ് ദിവസേന ഇടപെടുന്നത്, കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 100 കണക്കിന് മെസ്സേജുകൾ വാട്സാപ്പിൽ ഡേ ടു ഡേ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ റബീഉൽ അവ്വൽ പങ്കെടുത്ത എല്ലാ മജ്‌ലിസിലും ചോദിച്ചൊരു ചോദ്യമാണ്. എന്റെ ശബ്ദം വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ ഉണ്ടാവും. അവരോടൊക്കെ സംവദിക്കുമ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാൻ നമുക്ക് കഴിഞ്ഞോ? ദിവസേന 100 കണക്കിന് മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നു, കൂടുന്നു, കുറയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. സത്യമോ അസത്യമോ, നീതിയോ അനീതിയോ, ശ്ലീലമോ അശ്ലീലമോ, അതൊന്നും വിചാരില്ല. എല്ലാ ലോകത്തും നമുക്ക് സമയമുണ്ട്. എന്നാൽ നമ്മുടെ നേതാവിനെ അറിയാനുള്ള സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ എവിടെയോ പോവുകയാണ്. നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നേ തന്നെ പറഞ്ഞു വെച്ച നായകരാണ്. ബദറിന്റെ തലേന്ന് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സ്വഹാബാ ഹാദാ മസ്റഉ ഫുലാൻ.
അബൂജഹൽ ഇവിടെയാണ് വീഴേണ്ടത്. വഹാദാ മസ്റഉ ഫുലാൻ, ഉത്ബ ഇവിടെയാണ് വീഴേണ്ടത്. വഹാദാ മസ്റഉ ഫുലാൻ. ചില നിവേദനത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് അടയാളം വെച്ചു കൊടുക്കുകയാണ്. ചില നിവേദനത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ചൂണ്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടയാളം വെക്കുകയാണ്. ഹബീബായ തങ്ങളെ പറഞ്ഞു, മക്കളെ ഇതാ ഇവിടെയാണ് നാളെ അബൂജഹൽ എന്ന ഖുറൈശികളുടെ ലീഡർ മരിച്ചു വീഴാൻ പോകുന്നത്. ഇവിടെയാണ് അവരുടെ നേതാക്കൾ വീഴാൻ പോകുന്നത്. സ്വഹാബത്തിന് എന്തൊരാവേശമാണ്! 1000-ലേറെ അംഗങ്ങളുള്ള സൈന്യത്തിനു നേരെ 313 മഹാന്മാരുടെ പ്രതിരോധമാണ് ബദർ. ആയുധങ്ങളില്ല, അംഗബലമില്ല, അതുപോലെ ഭൗതികമായ മാനദണ്ഡങ്ങളൊന്നും ജയിക്കാൻ പക്കലില്ല. അവരുടെ കയ്യിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഇന്നേടത്ത് വീഴും, ഇന്നേടത്ത് വീഴും. ലോക ചരിത്രം കണ്ട അത്ഭുതകരമായ പോരാട്ടം. ലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കെ നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലയോ? ബദറുൽ കമാലായ നബി തങ്ങളെ കൊണ്ട് സഹായം നൽകിയില്ലേ എന്നെല്ലാം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പവിത്രമായ യുദ്ധമാണ്, അല്ലെങ്കിൽ പ്രതിരോധമാണ്, ധർമ്മയുദ്ധമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, ഇതിന്നയാള് വീഴേണ്ട സ്ഥലമാണ്. പിറ്റേന്ന് പോരാട്ടം കഴിഞ്ഞ് സ്വഹാബത്ത് ചെന്ന് നോക്കുമ്പോ മാഷാ അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിടത്തു നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല. കൃത്യമായ സ്ഥലത്തു തന്നെ വീണ് കിടക്കുകയാണ്. നൂഴുക്ക് സാഗർ നൂഴുക്ക് ജൽവാ നൂഴുക്ക് ജൽ കാജാ മദീന തുജേ സലാം खुदा के बाद अफजल जानना तुमको दो आलम है, यही तो है हमारा दीनो ईमान या रसूल अल्लाह। खुदा के बाद अफजल जानना तुमको दो आलम है. അല്ലാഹുവിനെ അറിഞ്ഞാൽ പിന്നെ ഏറ്റവും അറിയേണ്ടത് തങ്ങളെയാണല്ലോ. യഹി തൂ ഹേ ഹമാരാ ദീനോ ഈമാൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള നേതാവാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. ഇന്നാ അർസൽനാക, അല്ലയോ തങ്ങളെ മധ്യവർത്തിയാക്കി വെച്ചിരിക്കുകയാണ്, തങ്ങളെ ഇടനിലയാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിൽ മീഡിയേഷൻ വെച്ചിരിക്കുകയാണ് തങ്ങൾക്ക്. ഇന്നാ അർസൽനാക, അല്ലയോ തങ്ങളെ റസൂലാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ അറിവുകൾക്കും സാക്ഷിയാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. എല്ലാ ലോകത്തിനുമുള്ള സാക്ഷിയല്ലേ തങ്ങൾ. സാക്ഷിയാകണമെങ്കിൽ അറിയണമല്ലോ. ആ അറിവോടുകൂടിയാണല്ലോ സാക്ഷിയാവുന്നത്. നമ്മുടെ ചലനങ്ങളിലെല്ലാം അറിവോടെ ഇടപെടുന്ന നായകരാണ്. ഫീക്കും റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ആലോചനയുടെ ശീലുകൾ
ആത്മാവിന്റെ അന്തരാർത്ഥങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറെ ചേരേണ്ട സമയമാണ്. ബദറിന്റെ പിറ്റേന്ന് സ്വഹാബത്ത് മുദ്രാവാക്യം വിളിക്കുകയാണ്, തക്ബീർ മുഴക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അപ്പടി പുലർന്നിരിക്കുന്നു, ഒരടി മാറ്റമില്ല, ഒരിഞ്ച് മാറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇന്റെ സമയം ഹബീബായ തങ്ങൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇന്റെ സമയം, മിഅ്റാജിന്റെ രാത്രി എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഖുറൈശികൾ ഒരു വിചാരണ നടത്തുകയാണ്. ഇസ്രാഉം മിഅ്റാജും ഞാനിവിടെ പറയേണ്ടതില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ പിറ്റേന്ന് ഹബീബായ തങ്ങളെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മുന്നിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് വരുന്നു. ഇന്നാലിന്ന ഭാഗത്ത് ഇന്ന വാതിലില്ലേ എന്ന്, ഇന്നാലിന്ന ഭാഗത്ത് ഇന്ന ജനലില്ലേ എന്ന് വളരെ കൃത്യമായി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു വിവരമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞെടുത്ത കല്ല ഞാൻ പോണത്, മറ്റേതെങ്കിലും വിശേഷണങ്ങളിലേക്കല്ല ഇപ്പൊ ഞാൻ പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുറൈശികളോട് പറഞ്ഞു, അല്ലയ ഖുറൈശികളെ, നിങ്ങളുടെ ഒരു കച്ചവട സംഘമുണ്ടല്ലോ, ഇതാ ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതിന്റെ മുന്നിൽ ഇന്ന ഒട്ടകമാണുള്ളത്, ഇന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ കച്ചവടത്തിലൂടെയാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലാതെ മക്കത്തൊന്നുമില്ല. ബിവാദിൻ ഗൈരി ദീ സറ, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നും മുളയ്ക്കുന്നില്ല. അവർക്കുള്ളത് ലീലാഫി ഖുറൈശി ലീലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്, അവരുടെ കച്ചവടങ്ങളാണ്. ഷാമിലേക്ക് പോയി, സിറിയയിലേക്ക് പോയി, യമനിലേക്ക് പോയി, വിവിധങ്ങളായ പ്രവിശ്യകളോടുള്ള കച്ചവട വ്യാപാര ബന്ധങ്ങൾ, അതിലൂടെയാണ് മക്കക്കാർക്കുള്ള വരുമാനം. മക്കക്കാർ കച്ചവടക്കാരാണ്, മദീനക്കാർ കർഷകരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണ്, എല്ലാം വരുന്നത് കച്ചവട സംഘങ്ങളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കച്ചവട സംഘം ഇന്നാലിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അതിന്റെ മുന്നിലുള്ള ഒട്ടകം ഇന്നതാണ്, ഇത്ര സമയത്ത് ഇവിടെ എത്തിച്ചേരുമേ. ഇസ്രാ മിഅ്റാജ് പറഞ്ഞപ്പോ കളിയാക്കിയ ജനങ്ങളാണ് മക്കയിലെ ജനങ്ങൾ. ഒരു രാത്രി കൊണ്ട് ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തിയെന്നോ, അവിടുന്ന് ആകാശമണ്ഡലങ്ങൾ കടന്നുപോയെന്നോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇങ്ങനെയെല്ലാം ഖുർആനികമായ ആശയങ്ങൾ ലോകത്തോട് പറഞ്ഞപ്പോഴും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, നമ്മുടെ കച്ചവട സംഘം ഇന്നാലിന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതിന്ന സമയത്ത് ഇവിടെ എത്തുമേ. ഖുറൈശികൾ അതേ ഉച്ച സമയത്ത് അവരിറങ്ങി പുറപ്പെടുകയാണ്, നമ്മുടെ സംഘം എവിടെ എത്തിയെന്നറിയാൻ. എല്ലാരും പോയി നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ശരിയോ എന്നറിയാൻ. അതാ അതേ സമയത്തു തന്നെ കച്ചവട സംഘം കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരമുള്ള വാഹനമാണ് മുന്നിലുള്ളത്. ഈമാനുള്ള ആളുകൾക്ക് വിളിക്കാനുള്ളത് സദഖത യാ റസൂലല്ലാഹ്. അവിടുന്ന് സത്യം പറഞ്ഞു തങ്ങളെ, ശരി, അവിടുന്ന് പുലർന്നിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ, എല്ലാം കൃത്യമായി പുലരുമെന്നറിയിക്കാൻ ഒരു നബി വന്നിട്ടുണ്ട്. ഇവിടെ അഭിമാനത്തോടെ എന്റെയും നിങ്ങളുടെയും മനസ്സിലൊരു വിചാരം വരണം.
വേറെ ഏതൊരു മതത്തിന്റെ ആചാര്യനെയാണ് ഇങ്ങനെ ചർച്ച ചെയ്യാൻ ഒരു അധ്യായമുള്ളത്? ഈ സ്നേഹപ്രപഞ്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറഞ്ഞു. ഏതു മതത്തിന്റെ, ഏതു പ്രസ്ഥാനത്തിന്റെ, ഏതു വിശ്വാസത്തിന്റെ ആചാര്യന്റെയാണ് കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നാവെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, ഉറക്കെങ്ങനെ, വസ്ത്രമെങ്ങനെ, ഇങ്ങനെയെല്ലാം ജീവിതത്തിന്റെ നടപടികളെയും ശരീരത്തിന്റെ അവസ്ഥയും പറഞ്ഞ് അവതരിപ്പിക്കാൻ ഒരു പരമ്പര പറയാനുള്ള നേതാവ് ലോകത്തൊരു മതത്തിനുമില്ല, ലോകത്തൊരു നേതാവുമില്ല. നമ്മുടെ നേതാവിന് മാത്രമുള്ളതാണ് സൗന്ദര്യം പറയാൻ പറ്റുന്നൊരു നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു നേതാവാണ് കേട്ടുറങ്ങിയ താരാട്ട് പാട്ട് ഏതാണെന്ന് ചരിത്രത്തോട് ചോദിക്കാൻ പറ്റുന്ന നേതാവ്? നമ്മുടെ നേതാവ് ആരെന്നറിയുമോ? എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ്. എന്തേ മക്കയെ തിരഞ്ഞെടുത്തത്? കിഴക്കാണെങ്കിൽ പടിഞ്ഞാറുകാർക്ക് പരാതി വരും, പടിഞ്ഞാറാണെങ്കിൽ കിഴക്കുള്ളവർക്ക് പരാതി വരും, തെക്കാണെങ്കിൽ വടക്കുള്ളവർക്ക്, വടക്കാണെങ്കിൽ തെക്കുള്ളവർക്ക്. പക്ഷേ നമ്മുടെ നബിതങ്ങളെ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമേതാണ്? വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ബലദുൽ അമീനായി തിരഞ്ഞെടുത്തത് മക്കയാണ്. അത് ലോകത്ത് ഭൂപടത്തിൽ നോക്കിയാൽ കേന്ദ്രമാണ്, ഒത്ത നടുവിലാണ്. അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകാൻ തിരഞ്ഞെടുത്ത നാട് ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ മാതാവായ മക്കയാണ്. ആ മക്കയിൽ ഉദിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് എവിടെയാണ്? അവിടെ നിന്ന് 85 കിലോമീറ്റർ ദൂരമുള്ള ത്വായിഫിലേക്ക് പോകുന്ന വഴിയിൽ ബനൂ സഅദ് ഗോത്രത്തിലെ കുലീനയും സുന്ദരിയുമായ, സുശീലയും മഹത്വങ്ങളുടെ ഉടമയുമായ ഹലീമ എന്ന മഹദിയുടെ മടിത്തട്ടിലാണ് വളരുന്നത്. വളരുക മാത്രമല്ല, ആ നാടിന് മുഴുവനും അനുഗ്രഹം ചൊരിയുകയാണ്. അന്നു തന്നെ ഹബീബായ തങ്ങൾ ഹലീമ റളിയല്ലാഹു അൻഹയുടെ വലത്തെ മാറിൽ നിന്ന് മാത്രമാണ് പാല് കുടിച്ചത്, ഇടത്തെ മാറിൽ നിന്ന് പാല് കുടിച്ചില്ല. കാരണം ഹലീമ ബീവിക്കൊരു മകനുണ്ട്. ആ മകന്റെ അവകാശം നിഷേധിച്ചുകൂടാ. കൈത്തണ്ട മുതൽ നീതി പാലിച്ച നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു നേതാവിന്റെ ബാല്യം, ശൈശവം, കൗമാരം, ഇതെല്ലാം ഇന്ന് എത്ര വ്യക്തമായിട്ട് പറയാനാണ് ഗ്രന്ഥങ്ങളുള്ളത്. അതുപോലെ ആ തങ്ങൾ പറഞ്ഞത് പുലർന്നു എന്ന് നാടും വീടും ആളും ദേശവും കൃത്യമായി പറയാൻ പറ്റുന്നത് പോലെ ലോകത്തൊരു മതത്തിന്റെ നേതാവിനെയും പറയാനില്ല, ഒരാചാര്യനെയും പറയാനില്ല, ഒരു മതാധ്യക്ഷനെയും പറയാനില്ല. നമ്മൾ ഏറെ സ്വലാത്ത് ചൊല്ലേണ്ട സമയമാണ്, സ്നേഹം പറയേണ്ട സമയമാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാന്മാരായ സ്വഹാബി മക്കള് പാടിയതുപോലെ വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിലുണ്ടൊരു നബി നാളെ ചൊല്ലുൻ നബി. നാളെ എന്താണ് വരിക എന്ന് ഇന്നേ പറഞ്ഞു തരുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമുക്ക് പറയാനുള്ളത് ഹബീബായ തങ്ങൾ പറഞ്ഞു, അന്ന് പുലർന്നു, തങ്ങൾ പറഞ്ഞു, സ്വഹാബത്ത് അറിഞ്ഞു, തങ്ങൾ പറഞ്ഞു, താബിഉകൾ അറിഞ്ഞു, തങ്ങൾ പറഞ്ഞു, പിൻഗാമികൾ അറിഞ്ഞു. ഇത്തരം അധ്യായങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുകയാണ്. പക്ഷേ
വിശാലമാണ്. എത്രയോ ആളുകളോട് തങ്ങൾ പറഞ്ഞു അവരുടെ മരണത്തെ കുറിച്ച്. അത് കൃത്യമായി സംഭവിക്കുകയാണ്. ചിലർ ശുഹദാക്കളാണെന്ന് അത് കാലം തെളിയിക്കുകയാണ്. ചിലർ ശുഹദാക്കളാവില്ലെന്ന് അത് കാലം അറിയിക്കുകയാണ്. തങ്ങളുടെ പ്രവചനത്തിൽ പേർഷ്യയുണ്ട്, സാർ ചക്രവർത്തിമാരുടെ അധികാര പീഠമുണ്ട്, റോമിന്റെ അധികാര കേന്ദ്രങ്ങളുണ്ട്, ലോകത്തിന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകളുണ്ട്, ആനുകാലിക കോർപ്പറേറ്റ് കമ്പോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഇന്നലെ പറഞ്ഞു വെച്ച നായകരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് വീണ്ടും ആ അധ്യായത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സമയമായി പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ ലോകം ഇനിയും ഏറെ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവനും വീക്ഷിക്കുകയാണ്. ലോകത്തിന്റെ ചലനങ്ങൾ മുഴുവനും പറയുന്നു. കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ ഇടപാടുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ച ദൂതന്മാരുടെ ഇടപെടലുകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ആ ഹബീബായ തങ്ങളിലേക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ആവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഓരോ മജ്‌ലിസ് കഴിയുമ്പോഴും മഹബ്ബത്തും അവിടുത്തെ ഈമാനും അല്ലാഹു നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഓരോ ദിവസവും നമ്മുടെ വിഷയാവതരണത്തിന്റെ സമാപനത്തിൽ മുത്തുനബി തങ്ങളോട് നമ്മളൊന്ന് ചേരണം. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വറവാഹു അൻഹു ഇബ്നുൽ ജൗസി എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു എന്ന ഇസ്മാഈൽ ഇബ്നു അഹ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ മുഹദ്ദിസാണ്. സമർഖന്ത് തന്നെ പണ്ഡിതന്മാരുടെ നാടാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് സമർഖന്ദിലാണ്. മഹാനായ അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. മുഅ്മിനീങ്ങളെ, ഒരല്പസമയം എഴുന്നേറ്റു നിന്നാൽ നമുക്ക് ഈ മഹാന്മാരെ പറഞ്ഞൊന്ന് ദുആ ചെയ്യാമല്ലോ. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, ഞാൻ ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ടു. കഅന്നഹു മരീദ്, അവിടുന്ന് രോഗിയായതുപോലെ. വഖദ് മദ്ദ റിജ്ലഹു, അവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഫദഖൽതു, അവിടുന്ന് ക്ഷീണിച്ച് കാലു നീട്ടിക്കിടക്കുന്നിടത്തേക്ക് ഞാൻ ചെന്നു. ഫദഖൽതു ഫജഅൽതു ഖബ്ബിലു റിജ്ലൈ, ഞാൻ അവിടുത്തെ കാലിന് മുത്തം കൊടുക്കുകയാണ്. ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷീണത്തോടെ നീട്ടിവെച്ചിരിക്കുന്ന പാദങ്ങൾക്ക് മുത്തം കൊടുത്ത് എന്റെ മുഖമിങ്ങനെ ഹബീബായ തങ്ങളുടെ കാലിലൂടെ നടത്തുകയാണ്. വജ്ഹി അലൈഹിമാ, ഞാൻ കണ്ട സ്വപ്നം വേറൊന്നുമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുമ്പോ ഞാൻ ആ കാലിന്മേൽ മുത്തം കൊടുത്ത് എന്റെ മുഖം കൊണ്ടിങ്ങനെ ചുംബിച്ച് കാലിലിങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫഹകൈതു ഹാദൽ മനാമ, ഞാൻ എന്റെ ഈ കിനാവിനെ പറഞ്ഞു. ലി അബീ ബക്കർ ഇബ്നുൽ ഖാദിബ, അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായ
അബൂബക്കർ ഇബ്നുൽ ഖാദിബ എന്നവരോട് ഞാൻ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബ്ശിർ യാ അബൽ ഖാസിം, ഓ അബുൽ ഖാസിമേ, നിങ്ങൾ സന്തോഷമറിഞ്ഞോ, ബിത്തൂലിൽ ബഖാ, നിങ്ങൾക്ക് ആയുസ് ഏറെയുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം. വബിന്തിശാരി റിവായത്തി അൻക ലിഅഹാദീഥി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങളിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ലോകത്ത് പ്രചരിക്കും. ഫഇന്ന തഖ്ബീല റിജ്ലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലുകളെ നിങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലേ, അത് ഇത്തിബാഉ അസരിഹി, അവിടുത്തെ നിവേദനങ്ങളെയും ചര്യകളെയും പിൻപറ്റുന്നതിലേക്കുള്ള സൂചനയാണ്. വഅമ്മാ മറദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ഷീണം, രോഗം, ഫവഹ്നുൻ യഹ്ദുസു ഫിൽ ഇസ്ലാം, അത് ഇസ്ലാമിന് വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണത്തിന്റെയും പ്രശ്നങ്ങളുടെയും സൂചനയാണ്. ഇസ്ലാമിക ലോകം വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കണമെന്നും നിങ്ങൾ ആ സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളാണെന്നും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടെന്നുമാണ് ഈ കിനാവിന്റെ പൊരുളെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ ഖാദിബ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അവിടുന്ന് അബുൽ ഖാസിം എന്ന മഹാനവറുകളുടെ സ്വപ്നമങ്ങ് വിശദീകരിക്കുമ്പോൾ ഫമാ അതാ അലാ ഹാദാ, എനിക്ക് ഈ സ്വപ്നം കണ്ടിട്ട് ഏറെ വൈകുന്നതിന് മുമ്പ്, ഞാൻ ഈ സ്വപ്നം കണ്ട് ഏറെ കഴിയുന്നതിന് മുമ്പ്, വസലൽ ഖബറു, വാർത്ത അറിയാൻ കഴിഞ്ഞു, അന്നൽ ഇഫ്റഞ്ച ഇസ്തൗലത്ത് അലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ ഫ്രഞ്ചുകാർ കീഴടക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലോകത്തിന് ക്ഷീണമുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള മാർഗം നബിതങ്ങളുടെ ചര്യ പിൻപറ്റലാണെന്നും അതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും മഹാന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ വായിച്ചത്. എനിക്കും നിങ്ങൾക്കും അറിയാനുള്ളത് ലോകത്തിന്റെ എല്ലാ നടപടികളും അറിഞ്ഞുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടവർക്ക് വിവരം നൽകിക്കൊണ്ട് റൗളയുടെ താഴെ പച്ചക്കുപ്പയുടെ കീഴേ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്, നമ്മെ അവിടുന്ന് അറിയുന്നുണ്ട്, നമ്മുടെ നടപടികൾ വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല തഖ്വയോടെ ജീവിക്കണമെന്നും അതിലെല്ലാം ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു പ്രതിഫലമായി അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയല്ല ഹറമിൽ മാത്രമല്ല, ഹില്ലിൽ മാത്രമല്ല, ഹില്ലിലും ഹറമിലും വെച്ച് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്ന് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെ ഓടിച്ചെല്ലാൻ പറ്റുന്ന നിലക്കൊരു മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാഹ്.
അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടിത്തരണം അല്ലാഹ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ഈ ചെറിയൊരു ജീവിതം നയിച്ചോളൂ. ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഏറെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ. എത്ര ആളുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ 12-ന് അബൂദാബിയിലെ വലിയ മൗലിദ് മജ്ലിസിൽ അവിടുത്തെ ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുക്കുന്ന മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവർ. അതിൽ അതാ ചില ചെറുപ്പക്കാര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിവെച്ച് ദുആ ചെയ്യാൻ പറയുന്നു. അതിലതാ ചില ചെറുപ്പക്കാരുണ്ട്. എത്ര മലിനമായൊരു ലോകമാണ് ഈ ലോകമെങ്കിലും അതിനിടയിൽ നല്ല പ്രസന്നമുഖരായ ചില ചെറുപ്പക്കാരുണ്ട്. അതിൽ 1-2 പേരെന്നോട് വന്ന് പറയുന്നു, പിറ്റേന്ന് എനിക്ക് ഉച്ചയ്ക്ക് അജ്മാനിൽ ആയിരുന്നു വഅളുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആ വേദിയിൽ വെച്ച് എന്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട സന്തോഷം മനസ്സിൽ വെച്ച് പൊട്ടിയൊലിക്കുന്ന കണ്ണോടെ സന്തോഷം പങ്കുവെച്ച് എന്റെ ജീവിതം ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും എനിക്കെന്റെ ഹബീബിനെ ഏറെ കാണാനും മദീനത്തോട് ചേർന്ന് നിൽക്കാനും തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞ ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ വിലാസം പറഞ്ഞ് തെളിവാക്കാനില്ല. പക്ഷേ ഇക്കാലത്തും നമുക്ക് മുത്തുനബി തങ്ങളെ അനുഭവിക്കുന്നവരുണ്ട്, ഹബീബിലേക്ക് ചേർന്നവരുണ്ട്, സ്വലാത്ത് കോടിക്കണക്കിന് ചെല്ലുന്നവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വഅളിന് കേറുന്നതിന് മുമ്പ് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ചിട്ട് എന്നോട് കോടി സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതിൽ ഞങ്ങളെ പങ്കാളികളാക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ സാദാത്തുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. സ്വലാത്ത് ഏറെ ചെല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹ്, ഈ മജ്ലിസിൽ ഒരു വിവരം പറയാൻ ഞാൻ ആലിമല്ല, വലിയ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു മൗലിദിന്റെ ചെറിയ സദസ്സാണ്. അത് വായിക്കുന്നത് ഈ ഒരു ചെറിയ മുത്തഅല്ലിമാണ്. പക്ഷേ ഇത് മദീനത്ത് ഞങ്ങളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തിന്റെ ഉമ്മരത്ത് വെക്കാനുള്ളൊരു ചെറിയ ഹദിയയാണ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാൻ ആ കണ്ട സന്തോഷത്തോടെ ഖൽബ് മുനവ്വറാകാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നീ നൽകണം അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്.